ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ക്ഷേത്രത്തിന് മുന്നിൽ പരസ്പരം മാലയണിച്ച് രണ്ടുപേർ. അതൊരു വിവാഹമല്ലായിരുന്നെങ്കിൽ പിന്നെ അവരെന്തിനായിരിക്കും അങ്ങനെ നിന്നുണ്ടാവുക? പറയണം. ഹരി എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. മോള് നീ എന്താ പറഞ്ഞേ? അതെ അമ്മ, ആ മനുഷ്യനെ ചതിക്കാൻ പാടില്ല. എന്തെങ്കിലും ആചാരം പറഞ്ഞ് ഹരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിച്ച് അമ്മ എന്റെ കഴുത്തിൽ കെട്ടിയാൽ മതി. മോളെ, അത് കല്യാണം നടന്നു എന്ന് കുട്ടികൾ വിചാരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കുകയും ചെയ്യാം. നിത്യയിൽ നിന്നും ജീവൻ അകന്നു നിൽക്കാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. അത് എന്റെ മോളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരുന്നു. യെസ്, അന്ന് ജീവന് മുന്നിൽ നടത്തിയ ആ നാടകത്തിൽ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഹരിയും നിത്യയും തന്നെയായിരുന്നു. യുവർ ഓണർ, സ്വന്തം മകന്റെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ അയാൾ ജീവനോടെ ഇരിക്കെ അയാളുടെ കൺമുന്നിൽ വെച്ച് മറ്റൊരുത്തന്റെ കൈപിടിച്ചു കൊടുത്ത ഈ അമ്മയാണ് ബഹുമാനപ്പെട്ട PP ഏറ്റവും മികച്ച അമ്മയുടെ ഗണത്തിൽപ്പെടുത്തി സംസാരിച്ചത്. ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിത്യയോട് ജീവനുള്ള വൈരാഗ്യമോ അയാളുടെ കുറ്റവാസനയോ അല്ല, മറിച്ച് ഒരു വലിയ തറവാടിന്റെ അവകാശം മുഴുവൻ തന്റെ കൈപ്പിടിയിലൊതുക്കി താൻ പറയുന്നതല്ലാതെ മറ്റൊന്നും അവിടെ നടക്കരുതെന്ന് ശഠിക്കുന്ന ഈ സ്ത്രീയുടെ തന്നിഷ്ടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അവർക്കല്പം വെള്ളം കൊടുക്കൂ. അമ്മേ, അമ്മേ വെള്ളം കൊടുത്തു. അമ്മേ വെള്ളം. അമ്മേ മതിയോ?